العالمين نحمده ونستعينه ونؤمن به ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مصتهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب സ്നേഹാദരനായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അഖിലാണ്ട മണ്ഡലങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അഖില ചരാചരങ്ങളുടെയും നിയന്താവായ സർവശക്തനായ സർവോപരി കാരുണ്യവാനായിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി തന്നെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത്, നമ്മളിതാ 20-ാം നൂറ്റാണ്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വലിയൊരു ചോദ്യമുണ്ട്. ഇത്രയും കാലം ഞാൻ ജീവിച്ചതിൽ ഞാൻ തൃപ്തനല്ലേ എന്ന്. ഒരു പക്ഷേ ഈ നിമിഷത്തിൽ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 120-ാമത്തെ ദിവസത്തിൽ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയക്കുകയാണ്. മലക്കിനെ പറഞ്ഞയച്ചു. അതിനുശേഷം ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഏതു പ്രായത്തിലാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ പുറത്തോട്ട് പോരുക, ഞാൻ ഏതു പ്രായത്തിലാണ് ഉമ്മയുമായിട്ടുള്ള ബന്ധം, ആ ഉമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന ബന്ധം ഏതു പ്രായത്തിലാണ് അവസാനിപ്പിക്കുക, ഏതു പ്രായത്തിലാണ് ഞാൻ ഇരിക്കാൻ പഠിക്കുക, ഏതു പ്രായത്തിലാണ് ഞാൻ പിച്ച വെച്ച് നടക്കുവാൻ തുടങ്ങുക, ഏതു സമയത്താണ് ഞാൻ ഇന്നയാണ് സംസാരിക്കുക, ഞാൻ കല്യാണം കഴിക്കുക, എന്റെ റൂഹിനെ പിടിക്കുക, കാര്യങ്ങളെല്ലാം ആ 120-ാമത്തെ ദിവസത്തിൽ 4-ാം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വെച്ചുകൊണ്ട് കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. അതോടുകൂടിയിട്ട് ആ പേന മുകളിലോട്ട് ഉയർത്തപ്പെടുന്നുണ്ട്, ആ പുസ്തകമെല്ലാം കൂട്ടിയടക്കപ്പെടുന്നുണ്ട്. അന്ന് തീരുമാനിച്ചതാണ് ഇന്ന് ഇവിടെ ഖുതുബക്ക് വേണ്ടിയിട്ട് ശ്രോതാക്കളായിട്ട് ഇരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഒരു പക്ഷെ എന്റെ പ്രായം 25 വയസ്സായേക്കാം, 40 വയസ്സായേക്കാം, 50 വയസ്സായേക്കാം. കഴിഞ്ഞ 50 വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലാണ്. അള്ളാഹു എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ എന്നെ കൊണ്ടുപോയി ഇടുകയാണ്. അതിനുശേഷം വളരാൻ തുടങ്ങുകയാണ്. 9 മാസം കഴിഞ്ഞ് 10-ാമത്തെ മാസത്തിലെത്തിയ സമയത്ത് ഉമ്മാക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുകയാണ്. 20ഓളം എല്ലുകൾ ഒരേ സമയം പൊട്ടുന്ന വേദന അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുകയാണ്. ഡോക്ടർ നമ്മൾ വാരിയെടുത്ത് രക്തം പുരണ്ടിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ രക്തം മുഴുവൻ തുടച്ചു മാറ്റിയതിനു ശേഷം ഉമ്മയുടെ മാറത്ത് വെച്ചു കൊടുക്കും. കരഞ്ഞുകൊണ്ടുള്ള ആ ഉമ്മ സന്തോഷത്തോട് കൂടിയിട്ടും വല്ലാത്ത വേദനയോട് കൂടിയിട്ടും ഉമ്മമാരോട് ചേർത്ത് പിടിക്കുന്നതാണ്.
അത് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മുടെ നെറ്റത്തൊരു മുത്തം തരും. അതും കഴിഞ്ഞ് ഡോക്ടർ നമ്മളെ എടുത്തുകൊണ്ട് കുറച്ച് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയും, കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ കണ്ടതിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വാപ്പയോ നമ്മുടെ ഉപ്പാപ്പയോ നമ്മുടെ മൂത്താപ്പയോ ഒന്നുകൊണ്ട് നമ്മുടെ നെറ്റത്തൊരു മുത്തം തരും. അതും കഴിഞ്ഞ് നമ്മുടെ ചെവിയിൽ മെല്ലയായിട്ട് നമ്മൾക്ക് മാത്രം കേൾക്കുന്ന രൂപത്തിൽ ചെറുതായിട്ട് ബാങ്ക് കൊടുക്കും. ആ ബാങ്കിന് ഇഖാമത്തോ നമസ്കാരങ്ങളോ ബാക്കിയായിട്ട് ഒന്നുമില്ല, ബാങ്ക് മാത്രമായിട്ടാണ് അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വളരാൻ തുടങ്ങുകയാണ്. 2 വർഷം കഴിഞ്ഞ് പിച്ച വെച്ച് നടക്കൽ തുടങ്ങി, മെല്ലെ ഉമ്മാന്ന് വിളി തുടങ്ങി, പഠിക്കൽ തുടങ്ങി. ഒരു പ്രായം കഴിഞ്ഞ് നല്ല പക്വതയിലെത്തി, കുടുംബമായി പല രൂപങ്ങളിലായി ഒരുപാട് കാലം കഴിഞ്ഞ് പെട്ടതൊരവസ്ഥയിൽ നമ്മൾ മരണപ്പെട്ടു എങ്കിൽ നമ്മുടെ മയ്യത്തുമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം പള്ളിയിലോട്ട് കൊണ്ടുപോവുകയാണ്. 1ാമത്തെ സുഫിൽ വെച്ചുകൊണ്ട് നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പയോ ഉപ്പാപ്പയോ മൂത്താപ്പയോ വേണ്ടപ്പെട്ടവരെ ഒന്നുകൊണ്ട് നമ്മുടെ മയ്യത്ത് നമസ്കാരം നേതൃത്വം കൊടുക്കും. ആ നമസ്കരിക്കുന്ന സമയത്ത് ബാങ്കോ ഇഖാമത്തുകളോ ഒന്നുമില്ലാതെ നമസ്കാരം മാത്രമായിട്ട് ഇവിടെ നടക്കും. കേവലം ഒരു ബാങ്കിന്റെയും ഒരു നമസ്കാരത്തിന്റെയും ഇടയിലുള്ള ജീവിതം മാത്രമാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നില്ല, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നാളെ എന്റെ മരണവും കഴിഞ്ഞ് ഖബറും കഴിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടിയിട്ട് വിചാരണയ്ക്ക് വിധേയനാകേണ്ടതുണ്ട്. ആ വിചാരണയ്ക്ക് വിധേയനാകുന്നതിന് മുൻപ് സ്വയം ഞാനൊന്ന് ചോദിക്കണം, ഞാൻ എന്തു നേടിയത്? ഞാൻ ഇത്രയും കാലം ജീവിച്ച എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാനൊന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. നമ്മൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ടാകും, നമ്മൾക്ക് ഒരുപാട് നന്മകൾ ചെയ്തതിന്റെ അക്കൗണ്ട് തുറക്കാനുണ്ടാകും. സാധാരണ വിചാരിക്കും ഒരു 10-30 വയസ്സ് വരെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ ജീവിച്ചു പോയിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 40 വയസ്സായിട്ടുണ്ട്, വീട്ടിൽ ഒതുങ്ങിയിട്ട് പള്ളിയും എന്റെ വീടും നമസ്കാരവും ഖുർആനോത്തും കാര്യങ്ങൾക്കായിട്ട് ഒതുങ്ങാമെന്ന് നമ്മുടെ മനസ്സുമല്ലാതെ പറയുന്നുണ്ടാകും. പക്ഷേ ഈ നിമിഷത്തിൽ എന്റെ റൂഹിനെ പിടിച്ചു എങ്കിൽ എന്തുണ്ട് എന്റെ കൈകളിൽ? ഒരുപാട് മരണങ്ങളെ കണ്ടതോ നമ്മൾ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തോട്ട് വന്ന കുഞ്ഞ് ചെറുതാക്കി ശ്വാസ തടസ്സമായിട്ട് ഉടനെ തന്നെ മരിക്കും നമ്മൾ കേട്ടവരാ. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് PSMO കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിട്ട് നമ്മുടെ കൂട്ടുകാരൻ സാദിഖ് എന്ന് പറയുന്ന കൂട്ടുകാരന് ഒന്നുമില്ല, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉമ്മേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ കയ്യിൽ കൈ കൊടുത്ത് ഉമ്മ എന്റെ നെറ്റത്ത് മുത്തം കൊടുത്ത് ആ പൊന്നു പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വൈകുന്നേരം ഉമ്മ കാണുന്നതോ ആ പ്രിയപ്പെട്ടവരെ പൊന്നുമകനെ വെട്ടി മുറിച്ച് തുന്നിക്കെട്ടിയിട്ട് വെള്ള ശരീരത്തിൽ പൊതിഞ്ഞിട്ടുള്ള ആ പൊന്നു പോലെയാണ് ഉമ്മ കാണുന്നത്. നമുക്ക് ഒരുപാട് കാണുന്ന ആളുകളാണ്. എന്റെ ഉപ്പാക്ക് 40 വയസ്സുണ്ട്, എന്റെ ഉപ്പാപ്പാക്ക് 60 വയസ്സുണ്ട്, അത് കഴിഞ്ഞ് 75 വയസ്സ് വേറെ ആൾക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ 20 വയസ്സായിട്ട് ഞാനാണ് എങ്കിൽ ഞാൻ വിചാരിക്കും ഒരുപക്ഷെ 40 വയസ്സ് എന്റെ ഉപ്പയുണ്ടല്ലോ, അത്രയും കാലം കഴിഞ്ഞിട്ടാകും എന്റെ മരണം എന്ന് ഞാൻ കരുതുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ തിരുത്തേണ്ടതുണ്ട്. ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലിട്ട് നമ്മൾ കണ്ണോടിച്ച് നോക്കുന്ന സമയത്ത് ഒന്നുമില്ല, വെറും ഹിസ്റ്ററികൾ, വെറും കാലിയായിട്ട് കിടക്കുന്നു എങ്കിൽ പണിയെടുക്കേണ്ടതുണ്ട്. ഒതുക്കണം നമ്മൾ അള്ള പറഞ്ഞയക്കുക. ഒരു പക്ഷേ സൂപ്പർ മാർക്കറ്റ് സാധനമായി കൊണ്ടിരിക്കുക, ഞാൻ വീട്ടിൽ ഉമ്മാന്റെ ഭക്ഷണവും കാത്തിങ്ങനെ ടേബിളിൽ കാത്തിരിക്കുകയാണ്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, മക്കൾക്ക് നല്ല വസ്ത്രം എടുത്തുകൊണ്ടിരിക്കുക, നിസ്കാരത്തിന് വേണ്ടി ബാത്റൂം മുഖവും എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് റബ്ബ് മലക്കിനോട് പറയുന്നത്, എടാ ഇന്ന ആളുടെ റൂഹിനെ പിടിക്കാനായിട്ട് സമയമായിട്ടുണ്ട് എന്ന്. ആ മലക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. സാധനമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പണമിടപാട് നടത്തുന്ന സമയത്ത് ആ മലക്കിന്റെ അരികിലോട്ട് കടന്നു വരികയാണ്. എന്നിട്ടോ കാലിന്റെ ആ ചെറുവിരൽ നിന്ന് റൂഹിനെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുകയാണ്. കാലിന്റെ മുട്ടുഭാഗത്തു എവിടേക്കും ഓടാൻ സാധിക്കില്ല. ആ സമയത്ത് മേലെയുള്ള മലക്കുകളിൽ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ. കാലിന്റെ അരഭാഗത്ത് നിന്ന് റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കും. അതും കഴിഞ്ഞ് ആ റൂഹ് വന്നുകൊണ്ട് നമ്മുടെ തൊണ്ടക്കുള്ളിൽ നിന്ന് റൂഹിനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ പറയുമത്രേ, റബ്ബേ ഒന്ന് തിരിച്ചയച്ചിരുന്നു എങ്കിൽ. ആലോചിക്കണം, നമ്മൾ ഒന്ന് തിരിച്ചയച്ചിരുന്നു എങ്കിൽ. ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 99-100 ആയത്തുകളിൽ റബ്ബ് പറയുന്നില്ല, ഏതൊരു മനുഷ്യനിലേട്ടാണോ ആ മരണം എന്നുള്ള യാഥാർത്ഥ്യം കടന്നു വരുന്നത് അവൻ പറയുമത്രേ റബ്ബ് ഇർജിഊനെന്ന്. ഏത് പ്രായത്തിൽ പറയുന്നത്? നമ്മൾ ഈ പ്രായത്തിൽ പറയുമത്രേ. അതിനുശേഷമായിട്ട് റബ്ബിന് മറുപടി കൊടുക്കും. റബ്ബ് ഇർജിഊൻ എന്ന് റബ്ബിനോട് പറയും, റബ്ബേ എന്നെ മടക്കി അയക്കണമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ പറയുമത്രേ ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു. റബ്ബേ ഞാൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് കണ്ടിട്ടും കാണാതെ പോയിട്ടുള്ള നന്മകൾ ഒരുപാടുണ്ട്.
ഉപേക്ഷ വരുത്തിയിട്ടുള്ള ജന്മങ്ങളുണ്ട്. എന്റെ ഉമ്മയോട്, എന്റെ വാപ്പയോട്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, എന്റെ മക്കളോട് റബ്ബേ ഞാൻ വേണ്ട രൂപത്തിൽ അവരോട് പെരുമാറിയിട്ടില്ല. സുബഹിന്റെ നേരത്ത് പള്ളിയിൽ നിന്ന് മുക്കിലിന് വാക്ക് കൊടുക്കാറുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ധ്വനി മുഴക്കുന്നത് കേൾക്കുന്ന സമയത്ത് റബ്ബേ പുതപ്പ് മുഖത്തോട്ട് വലിച്ചിട്ട ഷഹാദത്ത് നെഞ്ചിലേറ്റ് മുസ്ലിമാണ് റബ്ബേ. അല്ലാഹുവേ കഴിഞ്ഞ റമദാനും കഴിഞ്ഞ് ശവ്വാൽ 1-നായിട്ട് പെരുന്നാളും കഴിഞ്ഞ് ഞാൻ ഖുർആൻ നേരെ എടുത്തുകൊണ്ട് വീടിന്റെ ഷെൽഫിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത റമദാനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് തെറ്റുകൾ റബ്ബിനോട് ഇങ്ങനെ ഏറ്റുപറയും. ആ സമയത്ത് അവരോട് ചോദിക്കുകയാണ്, ഒരു ദിവസം എന്നെ ദുനിയ അവരോട് പറഞ്ഞയക്കുന്നു എങ്കിൽ സകലമാന തിന്മകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് റബ്ബിനോട് പറയുന്ന സമയത്ത് റബ്ബിന് മറുപടിയുണ്ട്, വേണ്ടട്ടോ അത് വെറുതെ പറയുന്നതോ, ഒരു ഉപയോഗവുമില്ല, ഒരു പ്രയോജനവുമില്ല. നമ്മൾക്കൊരു ബുദ്ധികളെ നമുക്ക് ചിന്തിച്ചു നോക്കിക്കൂടെ? 40 വയസ്സ് എനിക്ക് തന്നു എങ്കിൽ ആ 40 വയസ്സ് കൊണ്ട് ചെയ്യുവാൻ സാധിക്കാത്തതാണോ റൂഹിനെ തൊണ്ടക്കൊയ്ത് പിടിക്കുന്ന സമയത്ത് റബ്ബിനോട് സാവകാശമായി ചോദിക്കുന്ന ആ ഒരു ദിനത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും? നമ്മൾ കരുതുന്നുണ്ടോ എന്റെ ഈ പ്രവർത്തനങ്ങൾ വെച്ച് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ എന്റെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുമെന്ന്? ചിന്തിക്കേണ്ട വലിയൊരു വിഷയമുണ്ട്. ആമുഖത്തിൽ ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്ത് റബ്ബ് പറയുന്നില്ലേ, ആദ്യമായിട്ട് ചോദിക്കുകയാണ്. ഏകദേശം 2.5 വരിയോളം നീണ്ടു നിൽക്കുന്ന ഒരു ആയത്താണ്. ആദ്യമായിട്ട് ചോദ്യമായിട്ടും രണ്ടാമത് ഉത്തരമായിട്ടും അവസാനമായിട്ട് ഒരു സൊല്യൂഷനുമായിട്ട് റബ്ബ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. റബ്ബിന്റെ സ്വർഗ്ഗമുണ്ട്. ഒരു കണ്ണുകളും കാണാത്ത, ഒരു കാതുകളും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത വിസ്തീർണമായ, അറ്റമില്ലാത്ത, ഇൻഫിനിറ്റി ആയിട്ടുള്ള, അവസാനമില്ലാത്ത ഒരു സ്വർഗ്ഗമുണ്ട്. തേനിന്റെയും കള്ളിന്റെയും പാലിന്റെയും അരുവികൾ ഒഴുകുന്ന സുന്ദരമാർന്ന സ്വർഗം. പച്ചപ്പരവതാങ്ങൾ വിരിച്ച കിളികൾ പാറി കളിക്കുന്ന സ്വർഗമുണ്ട്. റബ്ബ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആ സ്വർഗത്തിലോട്ട് വെറുതെ എങ്ങനെ പ്രവേശിക്കാമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഇങ്ങനെയല്ലാതെ നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, സ്വഹാബാക്കളുണ്ട്, സ്വഹാബ വനിതകളുണ്ട്, പ്രവാചകന്മാർ, പ്രവാചകരുടെ ഭാര്യമാര്, താബിയകൾ, താബിയകൾ. അവരുടെ ജീവിതമൊക്കെ പരിശോധിച്ച് നോക്കുന്നുവെങ്കിൽ കാണുവാൻ സാധിക്കും. അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലൊന്ന് പരിശോധിച്ച് നോക്കുന്നതിൽ കാണുവാൻ സാധിക്കും. നമ്മൾ ഒരു കൊട്ട പൂജ മാത്രമായിരിക്കും. നമ്മൾ കരുതുന്നുണ്ടോ എന്റെ നിസ്കാരങ്ങൾ ഇത്രയൊക്കെ മതി? അവസാന കാലമായിട്ടുണ്ട്, 5 വക്ത് നിസ്കരിക്കലുണ്ട്, റമദാൻ മാസം നോമ്പെടുക്കലുണ്ട്. കുഴപ്പമില്ലാത്ത രൂപത്തിൽ സ്വതക്ക കൊടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ ഞാൻ അർഹതപ്പെട്ടു എങ്കിൽ സക്കാത്ത് കൊടുക്കാറുണ്ട്. കുഴപ്പമില്ലാത്ത രൂപത്തിൽ 2-3 കൊല്ലം കൂടുമ്പോഴും ഒരു ഉമ്ര നിർവഹിക്കാറുണ്ട്. നമ്മൾ കരുതുന്നുണ്ടോ തട്ടിമുട്ടിയുടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്? അത് ചോദിക്കുന്നില്ലേ? നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സഹാബാക്കള് ഒരുപാട് ആളുകളുണ്ട്. അവരനുഭവിച്ചുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കാതെ ആ സ്വർഗത്തിലോട്ട് നമ്മൾ അങ്ങനെ പ്രവേശിക്കുമോ എന്ന റബ്ബിന്റെ ഈ ആയത്ത് ചോദിക്കുന്നത്. ചരിത്രം കേട്ടവരാ നമ്മള്. മദ്രസകളിലായിട്ടും ഖുതുബകളിലായിട്ടും പ്രസംഗങ്ങളിലായിട്ടും ഒരുപാട് ക്ലാസുകളിലായിട്ടും ഒരുപാട് സ്വഹാബാക്കളെ ചരിത്രം കേട്ടവരാ. അതൊക്കെ കളിക്കുന്ന സമയത്ത് 2 ദിവസത്തിനുണ്ടാവും അതിന്റെ പവർ. അത് കഴിഞ്ഞാൽ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഈമാനൊക്കെ. മഹാനെ 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക, ദീനിനെ കുറിച്ചിട്ട്, ഈമാനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കവേ ഹബ്ബാബ് എന്ന് പറയുന്ന ഒരു സഹാബത്ത്, ഹബ്ബാബ് റളിയല്ലാഹു അൻഹു കുറുകിയ മനുഷ്യനാ, ചെറിയ മനുഷ്യനാ. ആ മനുഷ്യന് ഹബ്ബാബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു സഹാബത്ത് ആ ഉമറിന്റെ അരികിലോട്ട് കടന്നു വരുന്നുണ്ട്. ഹബ്ബാബിനെ കണ്ട സമയത്ത് സഹാബാക്കളും ഉമറും കൂടിയിട്ട് ഒന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യനാണ് ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ദീനിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യനാ മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹബ്ബാബിനോട് പറയുന്നുണ്ട്, ഹബ്ബാബേ ഞങ്ങളൊക്കെ ഈമാനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഈമാന് വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്, അത് വർദ്ധിക്കാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പറയാം. ആ സമയത്ത് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബ്ബാബേ നിന്റെ കഥകളൊന്ന് കേൾക്കണം, ഞങ്ങളുടെ ഈമാനൊക്കെ വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കവേ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. തന്റെ ശരീരത്തിലെ കറുത്ത പുതപ്പങ്ങ് മാറ്റിക്കൊടുത്ത് സ്വഹാബാക്കൾക്ക് നേരെയായിട്ട് തന്റെ പുറംഭാഗം തിരിഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രഭാകം കണ്ട സമയത്ത് സ്വഹാബാക്കളുടെ കണ്ണുനീര് വല്ലാതെ വാർന്നൊലിക്കുന്നുണ്ട്. സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബ്ബാബിന്റെ പുറകിലോട്ട് നോക്കിയ സമയത്ത് ഉമറിന്റെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീര് വാർന്നൊലിക്കും. ചോദിക്കുകയാണ്, ഹബ്ബാബേ ഇതെന്തു പറ്റിയതാണ്? ഹബ്ബാബ് റളിയല്ലാഹു പറയുന്നുണ്ട്,
അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ യജമാനൻ കൊല്ലപ്പണിക്കാരനാണ്. ഞാൻ ഇസ്ലാം സ്വീകരിച്ചെന്നറിഞ്ഞ സമയത്ത് രാവിലെകളിലായിട്ട് ആരെയും ചുട്ടുപഴുത്ത് 2 കല്ലുകൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കും. കല്ലുകൾ വല്ലാതെ ചൂടെടുത്തിട്ടുണ്ട്, അടുത്തുള്ള എല്ലാ കല്ലുകളും വല്ലാതെ മഞ്ഞ നിറത്തിലായിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വസ്ത്രമെല്ലാം ഊരി മാറ്റിയതിനു ശേഷം എന്നെ കൊണ്ടുപോയിട്ട് ആലയിൽ കിടത്തും, കല്ലിന്റെ മുകളിലായിട്ട്. ഞാൻ ആർത്തു കരയും. ചരിത്രം പറയുന്നു, ഹബ്ബാബിന്റെ ശരീരത്തിലെ ആ പച്ചയായ മാംസം കരിഞ്ഞുകൊണ്ട് ആ മണ്ണിലോട്ട്, ആ തീയിലോട്ട് മെല്ലെ മെല്ലെ ഉറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ പ്ലാസ്റ്റിക് കവർ കത്തിക്കലുണ്ട്, ആ സമയത്ത് കാണാൻ പറ്റും, മെല്ലെ മെല്ലെ തുള്ളിയായിട്ട് ഉറ്റുന്നത് കാണാൻ പറ്റും. അതുപോലെ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ പച്ചയായ മാംസം കരിഞ്ഞുകൊണ്ട് ഉറ്റുന്നുണ്ട്. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. ഒരുപാട് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. അല്ലാത്ത അവശനായി കിടക്കുന്ന സമയത്ത് ബോധം നഷ്ടപ്പെട്ടു എന്നറിയ സമയത്ത് ഹബ്ബാബിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് മെല്ലെ വെള്ളത്തിൽ മുക്കിക്കിടത്തുകയാണ്, സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞ് ബോധം വന്നെന്നറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൊണ്ടുപോയിട്ട് ആ ചുട്ടുപഴുത്ത ആലയിൽ കൊണ്ടുപോയി കിടത്തും. നിങ്ങളൊരു ചോദിച്ചോട്ടെ, ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ഇസ്ലാമാ നമ്മളും സ്വീകരിച്ചത്. പക്ഷേ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല. റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുക്കാം, വല്ലാത്ത ബുദ്ധിമുട്ടാണ് നമുക്ക്. 2000 ദിവസം കിട്ടുന്നു എങ്കിലും ഒരു 500 റുപ്യ വേണ്ട, ഒരു 200 റുപ്യെങ്കിലും ഒരാൾക്ക് കൊടുക്കാം, വല്ലാത്ത മടിയാ നമുക്ക്. ഉള്ളു വല്ലാതെ കട്ടിയായിക്കൊണ്ടിരിക്കാം. ദീനിനു വേണ്ടി ജീവിതം മാറ്റി വെച്ച സ്വഹാബാക്കളുടെ ജീവിതം പഠിക്കേണ്ടത് നമ്മൾ. ഒരുപാട് നേടിയെന്ന് ഉള്ളു പറയുന്നു എങ്കിലും ഒന്നുമില്ല, വട്ടപൂജ മാത്രമാണ് നമ്മളായിട്ടുള്ളത്, നമ്മുടെ ഉള്ളിലുള്ളത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രം കേട്ടവരാ. മക്കയുടെ പരിമളമെന്ന്, കറുത്ത മുത്തെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഒരു അടിമയായിക്കൊണ്ടാ അദ്ദേഹം ജനിക്കുന്നത്. മക്കയുടെ പ്രദേശത്ത് ഒരുപാട് അടിമകളുണ്ട്. അടിമകൾ എങ്ങനെ ജനിക്കുന്നതും വളരുന്നതും മരണപ്പെടുന്നതും ഒക്കെ ഒരടിമയായിട്ടാണ് അവർ മരിക്കുന്നത്. അങ്ങനെ സാധാരണക്കാരനായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വളരുന്നുണ്ട്. ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഉപ്പ റവാഹ അദ്ദേഹം ഒരു അടിമയായിരുന്നു. അതേ യജമാനന്റെ കീഴിലായിട്ടാണ് ബിലാൽ റവാഹ റളിയല്ലാഹു അൻഹു അടിമയായിട്ടുള്ളത്. ഇസ്ലാം സ്വീകരിച്ചെന്നറിഞ്ഞ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കറുകറുത്ത സുന്ദരനായ നീഗ്രവംശജനായ ബിലാൽ റവാഹ റളിയല്ലാഹു അൻഹു. നമ്മുടെ ഈ കാലത്ത് ഒരുപാട് പള്ളികളുണ്ട്. ലോകത്ത് നാനാഭാഗത്തും ലക്ഷക്കണക്കിന് പള്ളികളുണ്ട്. ആ പള്ളിയുടെ മിനാരകളിൽ നിന്ന് 5 നേരങ്ങളായിട്ട് ധ്വനി മുഴക്കുകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലോട്ട് കടന്നു വരേണ്ടുന്ന ആ ഒരു മനുഷ്യന്റെ ജീവിതമുണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ. സുബഹി നേരത്ത് അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാം. നമസ്കരിക്കാൻ നിൽക്കുന്നു എന്നറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോയിട്ട് വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റുകയാണ്. അങ്ങാടിയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ആളുകൾക്ക് കല്ലെടുത്ത് എറിയുന്നുണ്ട് ബിലാലിനെ. അതും കഴിഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നഗ്നനാക്കിയിട്ട് ചുട്ടുപടുത്ത മണൽ മുകളിൽ കിടത്തി അതിന്റെ ശരീരത്തിലായിട്ട് വലിയ പാറക്കല്ലും കയറ്റി വെച്ച് 4 ഭാഗത്തായിട്ട് ചാട്ടുവാർ കൊണ്ട് പൊതിരത്തലും ശത്രുക്കൾ. കഴിഞ്ഞോ? ഇല്ല. ബിലാലിന്റെ മുമ്പിലായിട്ട് 2 ഒട്ടകത്തെ വെച്ച് ഒട്ടകത്തിന്റെ കാലിനാൽ ബിലാലിന്റെ കരങ്ങൾ ചങ്ങലയാൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒട്ടകത്തെ അടിച്ചുകൊണ്ട് ഒട്ടകം വലിച്ചുകൊണ്ട് പോകും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. കരയുന്നുണ്ട്. കറുത്ത ശരീരത്തിലെ പച്ചയായ മാംസം കരിഞ്ഞിട്ട് ഉറ്റുന്നുണ്ട്. ശത്രുക്കൾക്ക് പോലും അലിവ് തോന്നിയിട്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. പറയുന്നുണ്ട്, ബിലാലെ കുറച്ചു നേരത്തേക്ക് ഒന്ന് ലാത്തയെ വിളിച്ചേക്ക്, ഒന്ന് ഉസയെ വിളിച്ചേക്ക്, ഒന്ന് മനാത്തയെ വിളിച്ചേക്ക്, യജമാനി കുറച്ചു കഴിഞ്ഞാൽ പോകുന്നത് വരേക്കെങ്കിലും ഒന്നവരെ വിളിച്ചേക്കെന്ന് പറയുന്ന സമയത്ത് മഹാനായ ആ ബിലാൽ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിന്ന് വരുന്ന ധ്വനി മുഴക്കങ്ങളുണ്ട്, അല്ലാഹു അഹദ് എന്നുള്ളത്. ചോദിച്ചോട്ടെ, അവര് സ്വീകരിച്ച ഇസ്ലാമാ നമ്മളും സ്വീകരിച്ചത്. ഒരു മാറ്റവുമില്ല, ഒരു പ്രയാസവുമില്ല. പക്ഷേ അവരനുഭവിച്ച പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ചോദിക്കണം നമ്മൾ, അവര് പ്രവേശിക്കേണ്ടുന്ന സ്വർഗത്തിലോട്ട് നമ്മൾ എങ്ങാനും പ്രവേശിക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം സ്വീകരിച്ചു എന്ന് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തട്ടിമുട്ടിയിട്ട് ജീവിതം കഴിയാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അൻകബൂത്തിലെ സൂറത്തുൽ അൻകബൂത്തിലെ 2-ാം ആയത്തിൽ റബ്ബ് പറയുന്നില്ലേ, അഹസിബന്നാസു അയ്യുത്രകു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. സ്ത്രീകളാണ്, മുഅ്മിനുകളാണ് എന്ന് പറയുന്നത് കൊണ്ട് പ്രയാസം ഒന്നുമില്ലാതെ നിങ്ങൾ ജീവിച്ചു പോകുന്നു കരുതുന്നുണ്ടോ? നമ്മളൊക്കെ ഒന്നുമല്ലാന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സ്വഹാബാക്കളുണ്ട്. സ്വഹാബാക്കൾ സാധാരണ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ സലാം പറയും. ഒരു തൂണ് കഴിഞ്ഞ് ഇപ്പൊ കണ്ടു കഴിഞ്ഞ് സലാം പറഞ്ഞിട്ടുണ്ട്, അടുത്ത തൂണ് കഴിഞ്ഞ് വീണ്ടും സലാം പറയും. ഒരു കെട്ടിപ്പിടിക്കും, സംസാരിക്കും. ജീവിതം എങ്ങനെയുണ്ട്, എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം പറയും, മരണം കഴിഞ്ഞ് കബറും കഴിഞ്ഞ് റബ്ബിന്റെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളോട് പ്രിയപ്പെട്ടവർ ചോദിച്ചു കഴിഞ്ഞാലോ, എടാ അസ്സലാമു അലൈക്കും എന്താ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനുണ്ടാവും. മക്കളെ കെട്ടിക്കാണ്ട് അൽഹംദുലില്ലാ പ്രയാസമൊന്നുമില്ല, മക്കളെ കെട്ടിക്കാനുണ്ട്, വീടിന്റെ പണി പകുതിയായിട്ടുള്ളൂ, പ്രവാസിക്കല്ലേ കുറച്ച് കട ഉണ്ടായിരുന്നു, മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കാനുണ്ട്. നമ്മളുടെ ജീവിതം എപ്പോഴും, നമ്മുടെ ലക്ഷ്യം എപ്പോഴും ആ സ്വർഗത്തിലോട്ട് എത്തിയിട്ടില്ല. സ്വഹാബാക്കളും നമ്മുടെ ജീവിതം ഒന്ന് താരതമ്യം ചെയ്യുന്നു എങ്കിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്താ? നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ആ ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ ആ സ്വർഗത്തെ കാണുന്നത്. ഒക്കെ കഴിഞ്ഞ് മരണം കഴിഞ്ഞ് ഖബറും കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് ഇസ്ലാമും കഴിഞ്ഞ് സിറാത്തും പാലവും കഴിഞ്ഞ് അവസാനമാണ് ഞാൻ സ്വർഗത്തെ കാണുന്നത്. പക്ഷെ സ്വഹാബാക്കളോ ഒരു നേരത്തെ പറയാം, എനിക്ക് സ്വർഗം മതി, ദുനിയാവ് വേണ്ടെന്ന് പറയുന്നു. മഹാനായ 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദുനിയാവ് എന്ന് പറയുന്നത് നമ്മളെ ജീവിക്കുന്ന ഇഹലോകം, മസ്റഅത്തുൽ ആഖിറ, ചെറിയ കൃഷിയിട പണിയെടുത്തോണ്ടിരിക്കുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ടും പഠനാവശ്യത്തിന് വേണ്ടിയിട്ടും മക്കളെ നോക്കാൻ വേണ്ടിയിട്ടും കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ടും ഇറങ്ങിത്തിരിക്കുക. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഇങ്ങനെ കയറിച്ചില്ല. സാധാരണ എല്ലാ ദിവസവും നടക്കുന്നു, നമ്മൾ ആരും അറിയൂല. ഞാൻ ധരിച്ചിരിക്കുന്ന ആ ചെറുപ്പിന്റെ വാറിനേക്കാളും അടുത്താണ് ആ മരണമെത്തുന്നത്. ചിന്തിക്കണം നമ്മൾ. ആ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ഹബ്ബാബ് റളിയല്ലാഹു അൻഹു, അവർക്ക് അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ എന്ത് നേടി, എന്ത് നമ്മൾ ദീനിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ ദീനിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് നാട്ടിലിറങ്ങി നോട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരായത്ത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പ്രിയമുള്ളവരെ, ദഅവത്ത് എന്ന് പറയുന്നത്, ഞാൻ ഒരായത്ത് എന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവനവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, അവന് ജീവിതത്തിൽ വല്ലാതെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അത് എവിടെയെല്ലാം ഉപയോഗപ്പെടുന്നു റബ്ബ് അതിന് കൊടുക്കും, അവന് പ്രതിഫലമായിട്ട് കൊടുക്കും. എന്നാൽ അതിന് 10 മടങ്ങായിട്ട് അതിന് സോസ് കൊടുത്തിട്ടുള്ള എനിക്ക് കിട്ടും, റബ്ബ് തരും. നമ്മളൊക്കെ പറയും ഒരായത്തല്ലേ, ഒരെപ്പോഴും കേൾക്കണതല്ലേ. മുസ്ലിമിന്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഖുർആൻ കൊടുക്കുന്നു എങ്കിൽ വേണ്ട, മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെ ഖുർആൻ കൊടുക്കുന്നു, അതിനെ പരിഭാഷ കൊടുക്കുന്നു എങ്കിൽ അവിടെ ഉള്ളിലൊക്കെ പറയണ്ടാവും, എന്റെ വീട്ടിൽ പരിഭാഷ ഒന്നുമില്ല, കിട്ടിയിരുന്ന വല്ല ഹൈറായിരുന്നു, അവിടെ കയ്യിൽ കിട്ടുന്നു എങ്കിൽ വായിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു എങ്കിൽ അതിനുള്ള കാരണമായിട്ട് ഞാനാണ് കാരണക്കാരനാണ് എങ്കിൽ ആ റബ്ബ് എനിക്ക് നൽകുമെടാ, ആ റബ്ബിന്റെ സ്വർഗം എന്ന് പറഞ്ഞാണോ? അല്ല. സ്വഹാബാക്കൾ അനുഭവിച്ചിട്ടില്ലാത്ത, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആൾക്കാർ അനുഭവിച്ചിട്ടില്ലാത്ത പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞു. ഒരുപാട് സ്വഹാബാക്കള് യുദ്ധം കഴിഞ്ഞിട്ട് റസൂലിന്റെ അരികിലൂടെ കടന്നു വരിക, അറ്റുതൂങ്ങിയ കയ്യുമായിട്ട് അറ്റുതൂങ്ങിയ കാലുമായിട്ട് റസൂലിന്റെ അരികിലൂടെ കടന്നു വരുന്നുണ്ട്. ചരിത്രം പറയുന്നു, കണ്ണ് തൂങ്ങിയിട്ട് കവളത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞിട്ടില്ല, വൈകുന്നേരം കഴിഞ്ഞ് റസൂലിന്റെ അരികിലോട്ട് വരുന്നുണ്ട്. സുഖ പറയാണ്, നാളെ സുബഹിക്ക് മുൻപ്, പുലരുന്നതിന് മുൻപ് ഹംറാവുൽ അസദിലോട്ട് എത്തണമെന്ന്. സഹാബാക്കൾ ഇറങ്ങിത്തിരിക്കാം, രണ്ടാമത് ചോദ്യം ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഹന്തക് യുദ്ധവേളയിൽ എല്ലാവരും കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുക, കിടങ്ങ് ഒഴിച്ചുകൊണ്ടിരിക്കുക. സ്വഹാബാക്കളൊക്കെ സങ്കടത്തോട് പറയാം, റസൂലെ ഹബീസ് അങ്ങ് പൊന്തി കുറിച്ച് കാണിച്ചു കൊടുക്കാം. റസൂലെ വയറിന് വല്ലാത്ത പ്രയാസം കേട്ടോ, ദിവസമായിട്ട് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. വയറിലെ കല്ല് കെട്ടിയ വയറ് കാണിച്ചു കൊടുക്കുമ്പോ റസൂലുള്ള ഒന്ന് മാറി എന്നിട്ട് കമീസ് പൊന്തിയിട്ട് 2 കല്ലുകൾ കെട്ടിവെച്ചിട്ടുള്ള റസൂലിന്റെ വയറാണ് സ്വഹാബാക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആരാ പ്രവാചകന്? 1400 വർഷം മുമ്പ് ജീവിച്ച ആ ഒരു മനുഷ്യന്. ഒരു സോഷ്യൽ മീഡിയ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഒരു സംഭവമില്ലാത്ത ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ച ആ ഒരു ജീവിതം ഇന്നും നമ്മൾ പിൻപറ്റുന്നു എങ്കിൽ വളരെ ചെറിയ മനുഷ്യനല്ല അത്. നമ്മൾക്ക് എന്താണോ വേണ്ടത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടെ ഇട്ടിട്ടേ റസൂൽ പോയിട്ടുള്ളൂ. എങ്ങനെയാണ് ജീവിക്കേണ്ടത് അത് പറഞ്ഞു തന്നിട്ടേ പ്രവാചകൻ പോയിട്ടുള്ളൂ. നമ്മള് വേണ്ട രൂപത്തിൽ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട്. ഐഹിക ജീവിതം എന്നുള്ളത് വഞ്ചന നിറഞ്ഞത്. ആ ഒരു വഞ്ചന നിറഞ്ഞ ദുനിയാവിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാളെ പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനി, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 2024 കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട വലിയ വിഷയം, ഏകദേശം 5 മാസത്തോളം 2024 പുതിയൊരു വർഷത്തിലെ ഏകദേശം 5 മാസത്തോളം നമ്മൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും കബറിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ജുമാക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതേവരവസ്ഥയിൽ വേറൊരു നാട്ടില് ഫലസ്തീനിന്റെ മക്കൾ വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ഉമ്മയില്ലാത്ത എത്രയോ മക്കളുണ്ട്. ഒരു കുടുംബത്തിലെ ഉമ്മയും വാപ്പയും പ്രിയപ്പെട്ടവരും എല്ലാവരും മരണപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളും ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് 4 ഭാഗവും അറ്റും നടക്കുന്നുണ്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ റമളാനില് നമ്മളെ പോലെ സുന്ദരമായിട്ട് നോമ്പനുഷ്ഠിച്ചിരുന്ന സന്തോഷത്തോട് കുടുംബത്തോടൊത്ത് ഇരുന്നിരുന്ന ആളുകള് കഴിഞ്ഞ റമദാനുകളിലും ഇന്നുമായിട്ട് പൊളിച്ചിട്ടുള്ള പള്ളിയുടെ കുബ്ബയുടെ ഒരു വീടാക്കി മാറ്റിയിട്ട് സാരി ഇങ്ങനെ 4 ഭാഗം കെട്ടിയിട്ട് സന്തോഷത്തോട് കഴിയുന്നവരുണ്ട്. എത്രയോ മക്കളുടെ അവസ്ഥ കണ്ടതാണ്. തലയില്ലാത്ത, കാല് നഷ്ടപ്പെട്ട, കൈ നഷ്ടപ്പെട്ട, എല്ലാവരും പൂർണ്ണമായി നഷ്ടപ്പെട്ട, വീട് പോലും ഒന്നുമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥകൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റാറ്റസുകളിലും ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറികളിലായിട്ട് ഒരുപാട് നമ്മുടെ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. സ്റ്റോറികൾ ഒരുപാട് നിരത്തുന്നുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉള്ളിനോട് ചോദിക്കേണ്ടതുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഇരുകരങ്ങൾ റബ്ബിനോട്ട് ഉയർത്തുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലുണ്ടോ എന്ന് നമ്മളത് ചോദിക്കാനുണ്ടാകും. അവർക്ക് നമ്മൾ എന്തു നേടിക്കൊടുക്കുക, അവിടെ പോയിട്ട് അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുക എന്നുള്ള പോസിബിൾ അല്ല. പക്ഷേ നമ്മുടെ ഉള്ളിങ്ങനെ പറയും അവർക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുക ഈ റബ്ബിനോട്ട് അഖിലാണ്ട മണ്ഡലങ്ങളെ സൃഷ്ടിക്കുന്നവരായ, അഖില ജനാജങ്ങളെ നിയന്ത്രിക്കുന്നവരായ ആ റബ്ബിലോട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ അന്തരാളം കൊണ്ട് ഇറങ്ങി ചെന്നുകൊണ്ട് കണ്ണുനീരകമ്പടിയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ പരസ്പരം സഹോദരിമാരാണ്. നമ്മുടെ സഹോദരന്മാർ അവിടെയുള്ളത്. നമ്മുടെ വീട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന് ഇത്താക്ക് അനിയത്തിക്കാണ് ബുദ്ധിമുട്ട് വന്നത് എങ്കിൽ മാസങ്ങളോളം, വർഷങ്ങളോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അവൻക്ക് എന്താണോ വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കും. കാല് നഷ്ടപ്പെട്ടു എങ്കിൽ അവൻ വീൽചെയർ കൊണ്ടു കൊടുക്കും. പ്രയാസം അനുഭവിക്കുന്നു എങ്കിൽ അവന് വേണ്ട ഞാൻ കൊണ്ടുകൊടുക്കും. പക്ഷേ എത്രയോ ആളുകൾ 50,000-ന് മുകളിലായിട്ട് അവിടെ മരിച്ചിട്ടുണ്ട്. എത്രയോ കുഞ്ഞുങ്ങളെ അവര് കൊന്നിട്ടുണ്ട്. എത്രയോ ഉമ്മമാര് സങ്കടപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മമാരാത്, നമ്മുടെ വാപ്പമാരാത്, നമ്മുടെ പ്രിയപ്പെട്ടവരാത്. പ്രാർത്ഥിക്കണം. ഹൃദയത്തോട് കൂടിയിട്ട് റബ്ബിലോട്ട് ഇറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏത് സമയത്തും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആമുഖത്തിൽ പറഞ്ഞുവല്ലോ, 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, അവസാനം റബ്ബ് പറയുന്നുണ്ട് സ്വഹാബാക്കളൊക്കെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ദീനിന്റെ മാർഗത്തിൽ. അവസാനം പറയാ അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, സന്തോഷം, വിജയം അത് അടുത്ത് തന്നെയുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ഒരു വിജയം എന്നുള്ളത് അടുത്തു തന്നെയുണ്ട്. പണിയെടുക്കണം. നമ്മൾ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കണം. പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനായ അല്ലാഹുവേ, പാപികളാണ്, പുറത്തു തരണേ അല്ലാഹുവേ. ലോകത്തിന്റെ പലയിടങ്ങളിലായിട്ടും പല കാരണത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഒരുപാട് മാറാരോഗം കൊണ്ട് അനുഭവിക്കുന്ന വല്ലാത്ത പ്രയാസങ്ങളുണ്ട്, മാറാരോഗങ്ങളുണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിമറിക്കുന്നവരായ അല്ലാഹ്, എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകുന്നവരായ അല്ലാഹ്, എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ. എല്ലാവർക്കും നീ ബുദ്ധിമുട്ടൊക്കെ മാറ്റിക്കൊടുത്തിട്ട് നല്ലൊരു അവസ്ഥയിലോട്ട് എത്തിക്കണം റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആദർശ ബന്ധുക്കള്, സഹോദരന്മാര്, സഹോദരിമാര്, ബന്ധുമിത്രാദികള്, ഉമ്മ വാപ്പമാര്, ഇക്കാക്കമാര്, എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അവരെയും ഞങ്ങളെയും ഈ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഒരുപാട് പ്രയാസത്തിലാണ് ഫലസ്തീനിന്റെ മക്കൾ, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് റബ്ബേ. ഒരുപാട് ആളുകൾ
ഒന്നുമില്ലാതെ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാ, നമ്മുടെ ഉമ്മമാർ തന്നെയാണ്, നമ്മുടെ വാപ്പമാർ തന്നെയാണ്. അപ്പേ അവർക്കൊരു സന്തോഷം കൊടുക്കണേ. വിജയം അടുത്ത് തന്നെയുണ്ട്. പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹുവേ സഹായം നൽകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وكهل الرجال. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين.